നമസ്കാരം. CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്നലെയാണ് കൊല്ലത്ത് കൊടിയിറങ്ങിയത്. കൊടിയിറക്കത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കുള്ളിൽ ചിലർ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇടം ലഭിക്കാത്തതിൽ അസാധാരണമായ പ്രതിഷേധമാണ് നേതാക്കൾ ഉയർത്തുന്നത്. പരസ്യമായി പ്രതിഷേധിച്ച് തുടക്കമിട്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാർ. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം. പി ജയരാജനെ തഴഞ്ഞവർക്കെതിരെ മകൻ ജയിൻ്റെ വാട്സാപ്പ് പ്രതികരണം എം സ്വരാജിൻ്റെ പഴയൊരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. സമ്മേളനം കഴിഞ്ഞതും മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവ് എൻ സുകന്യയുടെ ഫേസ്ബുക്കിലും പ്രത്യക്ഷപ്പെട്ടു ചെഗുവേരയുടെ മാസ് ഡയലോഗ്. ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ സഖാവാണ്. MP രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും തഴഞ്ഞതിലും പാർട്ടിക്കുള്ളിൽ അമർഷമുണ്ട് എന്നാണ് വിവരം. പിണറായി വിജയൻ കഴിഞ്ഞാൽ CPIM സംസ്ഥാന സമിതിയിലെ ഏറ്റവും സീനിയറായ M വിജയകുമാറിനും സെക്രട്ടേറിയറ്റിൽ ഇടം ലഭിച്ചില്ല. 75 തികയാൻ മാസങ്ങളുടെ മാത്രം വ്യത്യാസമുള്ളവർക്ക് 78 വരെ തുടരാൻ അവസരമൊരുക്കിയതിലും വിമർശനമുണ്ട്. ആരാണ് സഖാക്കളെ ചതിവും വഞ്ചനയും അവഹേളനവും നടത്തിയത്? ഏത് നിഷ്കളങ്കരാണ് സഖാക്കളെ യോഗ്യരെ തഴഞ്ഞത്? കോപത്താൽ വിറയ്ക്കാൻ തക്ക അനീതി ആരാണ് സഖാവെ കാട്ടിയത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അനിഷ്ടക്കാരെ വെട്ടിനിരത്തി.